മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു അനുമോദന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ നൗഷാദ് സാർ, അതുപോലെ പ്ലാനറ്റ് അക്കാദമിയിലെ ടീച്ചേഴ്സ് ജേക്കബ് സാർ, ലിബിൻ സാർ, അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ പ്രതീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ പരീക്ഷയിൽ SSLC പരീക്ഷയിൽ 60,000 A+കളാണ് ഉണ്ടായിരുന്നത്. അത് ഈ വർഷം പാഠപുസ്തകങ്ങൾ മാറി, അതുപോലെ ചോദ്യപേപ്പറുകൾ സ്റ്റാൻഡേർഡാക്കി മാറ്റി അതിൻ്റെ ഫലമായി 30,000-ലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നേർപകുതി. പല സ്കൂളുകളിലും കഴിഞ്ഞ വർഷത്തെ 4-1 റിസൾട്ടുകൾ അല്ലെങ്കിൽ A+കളാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. പരീക്ഷയുടെ രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഈ ഒരു മാറ്റത്തിന് കാരണം. കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച പ്ലാനറ്റ് അക്കാഡമി ഏകദേശം ഒരു 30ഓളം കുട്ടികൾ മാത്രമാണ് 10ാം ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ജൂൺ മാസം ആയപ്പോഴേക്ക്, വെക്കേഷൻ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ചൊക്കെ നിർത്തിപ്പോയി. അവസാനം ഒരു 15 കുട്ടികളാണ് സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നത്. 15 കുട്ടികൾ. ഈ 15 കുട്ടികളിൽ 10 കുട്ടികൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു 7ഓളം കുട്ടികൾ A+ഉം Aയും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നമുക്ക് വലിയ റിസൾട്ടാണ്. മൊത്തത്തിൽ പെർസെൻറ്റേജ് നോക്കുമ്പോൾ വേടിയൊന്നുമില്ല, കാര്യപ്പെട്ട റിസൾട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ തുടക്കം വളരെ ഉഷാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അനുമോദന ചടങ്ങ് നമുക്ക് സംഘടിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാനറ്റ് അക്കാദമി കഴിഞ്ഞ ജനുവരിയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തതാണ്. നൗഷാദ് സാറെന്ന് വരട്ടെ എന്നുള്ള രീതിയിൽ സാർ ഇന്നലെയാണ് നാട്ടിലെത്തിയത്. ഇന്ന് തന്നെ ഇതിലേക്ക് പങ്കെടുക്കാൻ നേരിട്ട് സാറിനെ വലിയ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഈ കാര്യത്തിൽ സാറിന് നല്ലൊരു കയ്യടി നമ്മൾ കൊടുക്കുക. ഈ പ്രോഗ്രാം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത് 11 മണിക്ക് ശേഷം വേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് ഈ ഹാളിൽ. അതുപോലെ നമുക്ക് കാലാവസ്ഥയും വലിയ പ്രശ്നമാണ്, ചൂട് കൂടുതലാണ്. എന്തൊക്കെയായാലും നമ്മൾ കഴിഞ്ഞ മാസം നമ്മളെ പ്രതീക്ഷയുടെ വാർഷികം കൊണ്ടാടിയതാണ്. സാറ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതാണ്. നമ്മളെ പ്രതീക്ഷയുടെ മറ്റൊരു വേർഷനായിട്ട് തുടങ്ങുന്നതാണ് പ്ലാനറ്റ് അക്കാദമി എന്നുള്ളത്. അതിലും സാറ് തന്നെയാണ് മികച്ച പിന്തുണ നൽകിയതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും. എന്തൊക്കെയായാലും സാറിനെ ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ സമയത്ത്. അതുപോലെ നമ്മുടെ പ്ലാനറ്റ് അക്കാദമിയിലെ അധ്യാപകർ 8 അധ്യാപകരാണ് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള നല്ല ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജേക്കബ് സാറിനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ ലിബിൻ സാറെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ വന്ന വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളെയും പ്രതീക്ഷയിലെ ഉദ്യോഗാർത്ഥികളെയും എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനരായ നൗഷാദ് സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ മേധാവി ബാബു, വേദിയിലിരിക്കുന്ന ജേക്കബ് സാറും ലിബിൻ, അധ്യാപകർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ എവിടെയും കണ്ടുവരാറുള്ളൊരു കാര്യമാണ് മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവ്. ആദ്യമേ തന്നെ ഈ റിസൾട്ട് ഈ സ്ഥാപനത്തിന് നേടിക്കൊടുത്ത വിദ്യാർത്ഥികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ പരിമിതമായ ഒരു സമയത്തിനകം ഇത് പൂർത്തിയാക്കാനുള്ളതുകൊണ്ട്
ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സദസ്സിനകത്ത് എനിക്ക് തോന്നുന്നു 2-3 അല്ലെങ്കിൽ ഒരു 10-ൽ താഴെ രക്ഷിതാക്കളുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരും പഠിക്കുന്നവരും ഇപ്പോ ഉയർന്ന തലങ്ങളിലൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. 1-2 കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ടോപ്പറായി വന്ന കുട്ടികൾ ഇവിടെ മുന്നിലൊരു 10ഓളം ഫലകങ്ങൾ കാണുന്നുണ്ട്. SLC ടോപ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളെടുക്കുന്ന ഒരു സ്ട്രീം അത് നിങ്ങളുടെ താല്പര്യത്തിനുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാക്കളുടെ താല്പര്യത്തിനെടുക്കുന്ന സ്ട്രീം അല്ല ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ താല്പര്യത്തിനെടുക്കുന്ന ഒരു സ്ട്രീമിലേക്കായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള സ്ട്രീം എന്ന് പറഞ്ഞാൽ +1 എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് ഉള്ള സ്ട്രീം എന്ന് പറയുന്നത് സയൻസ് റിലേറ്റഡ് ആയ സ്ട്രീമുണ്ട്, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയ സ്ട്രീമുണ്ട്, കോമേഴ്സ് റിലേറ്റഡ് ആയ സ്ട്രീമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ട്രീം ആയിരിക്കണം. കേൾക്കുന്നുണ്ടോ ഇത്? ഹലോ, ആരോട് പറയാനില്ലേ? നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതായത് വീട്ടിൽ വാപ്പ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു ഇന്ന കോഴ്സിന് ചേരണം എങ്കിലും നിങ്ങൾ ആ കോഴ്സിന് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാ പറഞ്ഞു. വാപ്പാനോട് പറയാ നിങ്ങൾ തന്നെ പോയി ആ സ്ട്രീം പഠിച്ചോളി. അല്ലെങ്കിൽ വാപ്പ വ്യക്തമാക്കി തരാൻ കഴിയണം എനിക്ക് എന്താണ് എൻ്റെ സ്ട്രീം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന ഒരു സ്ട്രീം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. പലരും വഴി തെറ്റിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള അല്ലെങ്കിൽ IT പോലുള്ള ഒരു സ്ട്രീം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യം അവരത് 10ാം ക്ലാസ്സുകാരോടാണ് ഞാൻ പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞവരോട് നിങ്ങളിപ്പോ റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ നിങ്ങൾ ഫോൺ ചെയ്തത് ആർക്കാ? നിങ്ങൾ ആദ്യം ഫോൺ ചെയ്തത് ആർക്കാണ്? നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്കാണ് നിങ്ങൾ ആദ്യം ഫോൺ ചെയ്തത്. എന്നിട്ട് അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഇനി ഏതാണ് എടുക്കുന്നത് എന്നാ. നിങ്ങളുടെ ഒരു ബെസ്റ്റി എന്ന് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ടേം. നിങ്ങൾ ബെസ്റ്റിയോട് ചോദിച്ചത് നീ ഏത് കോഴ്സാണ് ഇനി എടുക്കുന്നത്. അവളൊരു കോഴ്സ് പറയും നിങ്ങളോട്, അപ്പൊ നിങ്ങളും തീരുമാനിക്കൂ എന്നാ ഞാനും അത് തന്നെയാണ്. അവിടെ തുടങ്ങുന്നു നിങ്ങളുടെ പരാജയം. അവിടെ തുടങ്ങുന്നു നിങ്ങളുടെ ധാരണ. 10ാം ക്ലാസ്സിൽ കിട്ടിയ ഈ ബെസ്റ്റ് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കണം എന്നാണ്. +1 വേറെ ഇതിനേക്കാളും നല്ല ബെസ്റ്റീസിനെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ബെസ്റ്റിയുടെ അഭിപ്രായമല്ല, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ, നിങ്ങൾക്കത് താല്പര്യമുള്ള സ്ട്രീമാണോ എന്ന് ചോദിക്കുക. ഞാൻ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് സാമാന്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് നിങ്ങളുടെ പോലത്തുള്ള ഡിസ്റ്റിങ്ഷനുകളില്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത കാലത്ത് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉള്ളത്. ഈ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഏതാണോ തിരഞ്ഞെടുക്കുന്നത് ഞാൻ നോക്കി. 1 മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച് എൻ്റെ കൂട്ടുകാരൻ എടുക്കുന്നത് എന്താണോ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. അവൻ ഫസ്റ്റ് ഗ്രൂപ്പ് പോയി എടുത്തു. അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പാ. ഒന്ന് മാത്സിൻ്റെത്, ഒന്ന് ബയോളജിയുടെ, ഒന്ന് ഹിസ്റ്ററിയുടേത്, ഒന്ന് കോമേഴ്സിൻ്റെത്. എൻ്റെ കൂട്ടുകാരൻ മാത്സ് കൊണ്ടുപോയി എടുത്തു, ഞാനും മാത്സ് എടുത്തു. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്സ് ഗ്രൂപ്പാണെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞാൽ 2ാമത്തെ തൈക്കാരം, തേർഡ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ അല്ലേ, ഫോർത്ത് പറഞ്ഞാൽ 4ാമത്തതല്ലേ. അപ്പോ എൻ്റെ കൂട്ടുകാരൻ ഫസ്റ്റ് എടുത്തപ്പോൾ ഞാനും ഫസ്റ്റ് എടുത്തു. 1ാമത്തെ ദിവസം ഞാൻ അതിൻ്റെ അനുഭവിച്ചു. ഫസ്റ്റ് ഡേ ഞാൻ അനുഭവിച്ചു. ആദ്യത്തെ പീരീഡ് കണക്കെടുക്കാൻ ഒരാൾ വന്നു. അപ്പൊ ഞാൻ കരുതി കണക്കല്ലേ, കോളേജൊക്കെ അല്ലേ അന്ന് കോളേജിലാണ് കേട്ടോ. +1 എന്ന് പറയുന്നത് അന്നില്ല, അന്ന് പ്രീ ഡിഗ്രിയാ. കണക്കൊക്കെ ഉണ്ടാവും ഞാൻ കരുതി. എന്തായാലും കണക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ 2ാമത്തെ പീരീഡും കണക്കെടുക്കാൻ വേറൊരു മാഷ് വന്നു.
അപ്പൊ എനിക്ക് ചെറിയതായിട്ടൊരു സംശയം, ഇതെന്താ ഇവിടെ വേറെ ആളില്ല, ഒന്നാമത്തെ ദിവസമല്ല, ചിലപ്പോൾ വേറെ മാഷന്മാരൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നും കരുതി ഞാൻ. അതും പോട്ടെ, ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ പീരീഡ് വീണ്ടും കണക്കെടുക്കാൻ ഒരാൾ വന്നു. അതോടുകൂടെ എൻ്റെ സകല ഒരു ദിവസം 3 കണക്കോ, എനിക്കിത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് ഗ്രൂപ്പിൽ പിന്നെ കണക്കല്ലാതെ വേറെ എന്താ ഉണ്ടാവുക. അതോടുകൂടെ എൻ്റെ സകല ഇതും തീർന്നു. അന്ന് നിങ്ങളുടെ ഇത് ഏത് വർഷാന്നുള്ള ഓർക്കണം, 1980-ലാണ്. 1980-ലെ കാര്യം ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കന്ന് 15 വയസ്സ് പ്രായമുള്ളൂ. ലോകം ഈ അരീക്കോടിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. മമ്പാട് കോളേജിലാണ് ഞാൻ പോയി ചേർന്നത്. ഞാൻ ബെസ്റ്റിക്ക് പിറകെ പോയതിനുണ്ടായ ശിക്ഷയാണ്. പിന്നെ കരച്ചിലായി, ആകെ കരച്ചിൽ. കാരണം എനിക്ക് കണക്ക് സഹിക്കൂല. കണക്ക് ഞാൻ പാസ്സായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതെങ്ങനെയാന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. പിന്നെ അത് പോയിട്ട് ഞാൻ കണക്ക് തന്നെ കൊണ്ടുപോയി ചേർന്നാലുണ്ടാകുന്ന പ്രശ്നം എന്താണ്? പിന്നെ കരച്ചിലായി ഞാൻ, വീട്ടിൽ കരച്ചിൽ, സ്കൂളിൽ കോളേജിലെത്തിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം. അവസാനം പ്രിൻസിപ്പലെ പോയി കണ്ടു. അന്ന് മമ്പാട് കോളേജിലെ പ്രിൻസിപ്പൾ എടുത്തിട്ട് പ്രിൻസിപ്പൾ എൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ ആപ്ലിക്കേഷനൊക്കെ വരുത്തിയപ്പം പറഞ്ഞു, നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഫസ്റ്റ് ചോയ്സ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ചോയ്സ് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ചോയ്സ് തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ചോയ്സ് ഫോർത്ത് ഗ്രൂപ്പ്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കണ്ട ഒന്നാമത്തെ ചോയ്സ് നിങ്ങൾക്ക് കിട്ടിയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇതോടുകൂടെ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് കണക്കില്ലാത്ത ഫോർത്ത് ഗ്രൂപ്പ് മതി എന്ന് പറഞ്ഞു, ലാസ്റ്റ് ഗ്രൂപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അതിനാ ഭയങ്കര തള്ള. അപ്പൊ എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞു, അവിടെ സീറ്റില്ല, ഫോർത്ത് ഗ്രൂപ്പിൽ സീറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ സീറ്റ് പ്രശ്നമല്ലല്ലോ, എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ കസേരയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കസേര ഞാൻ കൊണ്ടുവന്നോളാം സാർ. സത്യ പറയുന്ന മക്കളെ, ഇത് തമാശയല്ലേ പറഞ്ഞല്ല, ഇത് അന്നത്തെ എൻ്റെ നിഷ്കളങ്കമായ എൻ്റെ ഒരു മറുപടിയാ. കസേര ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അതിൽ പ്രിൻസിപ്പൽ വീണുപോയി. ഈ കുട്ടിക്ക് ഒരു വിവരവും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കസേര വീട്ടിൽ നിന്ന് ഒരു കസേര ചോദിച്ചാൽ എൻ്റെ വാപ്പ എടുത്തു തരും, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അതാ ഞാൻ കരുതിയത്. എന്നിട്ട് ഞാൻ നോക്കണം, ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ നരകത്തിൽ നിന്ന്, എനിക്ക് നരകം കേട്ടോ, നിങ്ങൾക്കാവണമെന്നില്ല, ആ നരകത്തിൽ നിന്ന് ഞാൻ ഫോർത്ത് ഗ്രൂപ്പിലേക്ക് ചാടിയത്. അപ്പോ ഇത് നിങ്ങൾക്ക് പറ്റരുത്. ഞാൻ എൻ്റെ ബെസ്റ്റിക്ക് പിറകെ പോയതാ. ബെസ്റ്റി ആ ഫസ്റ്റ് ഗ്രൂപ്പും കഴിഞ്ഞിട്ട് എന്താ പറയാ, എവിടെ എത്തിയെന്ന് വെച്ചാൽ ഇപ്പോ അമേരിക്കയിലെ മിസോറിയിലാണ്. ആ ഗ്രൂപ്പ് അവനെ സഹായിച്ചത് അത്രയും ഗുണത്തിലാണ്. ഇന്ന് ലക്ഷങ്ങള് പ്രതിഫലം വാങ്ങുന്നൊരു ഉദ്യോഗത്തിൽ എൻ്റെ ബെസ്റ്റി ഉണ്ട്. ഞാൻ പിന്നെ കോമേഴ്സ് പഠിച്ച് ബികോം എടുത്ത് പിന്നെ അങ്ങനെ എൻ്റെ പഠനം അങ്ങനെയാ പോയത്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഗ്രൂപ്പ് എടുക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ വളരെ സ്പീഡിലായിട്ട് പറയാം. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഏത് കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽസ്, അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് കാണാതെ പഠിക്കുന്ന ഒരു ശീലമാണല്ലോ, അല്ലേ? ഒരു ബൈ ഹാർട്ട് സ്റ്റഡി എന്ന് പറയും. അങ്ങനെയല്ലാതെ കൺസെപ്റ്റൽ സ്റ്റഡി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൺസെപ്റ്റൽ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ പഠിക്കുക. ആ രീതിയിലേക്ക് പഠിക്കാനുള്ള ഒരു ഫണ്ടമെന്റൽ ഒക്കെ പഠിക്കുക. കൺസെപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു വാട്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതല്ല പഠനം. നിങ്ങളൊരു ചോദ്യത്തിന് ഹു എന്ന് അതിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം, വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരവും അത് ബേസിക് അല്ല. അതൊരു എന്താണ്, ഒരു മെമ്മറൈസിങ് പവർ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് കൺസെപ്റ്റ് അതെന്താണ്? വൈ എന്നുള്ളതിനും ഹൗ എന്നുള്ളതിനും ഉത്തരം കണ്ടെത്താൻ നോക്കുക. ഏത് ചോദ്യത്തിനോട് വൈ, എന്തുകൊണ്ട്, ഹൗ, എങ്ങനെ, ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയാൽ അതാണ് കൺസെപ്റ്റൽ ലേണിംഗ് എന്ന് പറയുന്നത്. അത്തരമൊരു ലേണിംഗ് നിങ്ങൾ ഉണ്ടാക്കുക. ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുക. ബേസിക് ലാംഗ്വേജസ് പഠിക്കുക.
അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ 10ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ കുട്ടികളോടാ പറയുന്നത്, ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു റീഡിങ് ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കുക. പാഠപുസ്തകത്തിന്റെ പുറത്ത് വായിക്കാനുള്ള ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കുക. പാഠപുസ്തകം വായിച്ച് പരീക്ഷ എഴുതുന്നതിനപ്പുറത്ത് ഇനിയുള്ള ലോകം നിങ്ങൾക്ക് ഗുണകരമാവുക. നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് റീഡിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. തുടർച്ചയായിട്ട് പഠിക്കാനുള്ള, വായിക്കാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. പാഠപുസ്തകത്തിന്റെ അപ്പുറത്ത് പത്രം വായിക്കാനും അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങൾ വായിക്കാനും അല്ലെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തെ കാര്യം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കുക. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനുമുള്ള സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലുകൾ ഉണ്ടാക്കുക. +1 എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി ഇവർക്കറിയാം. നിങ്ങളുടെ എഴുത്ത്, ഒന്ന് വൊക്കാബുലറി ഇല്ല, മറ്റൊന്ന് ഗ്രാമാറ്റിക് മിസ്റ്റേക്കുകൾ വരുന്നു, 3 എന്താണ് ഇതിന്റെ ഉച്ചാരണ പ്രൊനൗൺസിയേഷൻ നമുക്കില്ലാതെ പോകുന്നു. അപ്പൊ ഇതൊക്കെ ഒരുപാട് നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഒരുപാട് പിറകിലാക്കി പോകും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിലോ ഈ +2 കഴിയുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഇപ്പൊ ഇന്ന് ജോക്കി, റേഡിയോ ജോക്കി അല്ലെങ്കിൽ ചാനൽ ജോക്കികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ എത്ര എണ്ണമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു റേഡിയോ ജോക്കിയെ പരിചയപ്പെട്ടപ്പോൾ ഒരു പെൺകുട്ടി, അവൾക്ക് +2 യോഗ്യതയേ ഉള്ളൂ, പക്ഷെ എക്സലന്റ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ എക്സലന്റ് ആയതുകൊണ്ട് തന്നെ +2 യോഗ്യതയുള്ള ഒരു പെൺകുട്ടി റേഡിയോ ജോക്കി ആയിട്ട് പോയിരിക്കുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നേരത്തെ തന്നെ കരിയറുകൾ തുടങ്ങാൻ കഴിയണം. കരിയർ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. എന്തായിരിക്കണം ഞാൻ, അല്ലെങ്കിൽ ഏത് സ്ഥലത്തെത്തണം ഞാൻ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ആണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയുമായിരുന്നു. കരിയർ എന്താണ്, നമ്മുടെ തൊഴിൽ എന്താണ്, നമ്മൾ ആത്യന്തികമായിട്ട് ഏറ്റവും അവസാനം നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം ഏത് എന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയണം. ഇപ്പം നിശ്ചയിക്കാൻ കഴിയണം. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിശ്ചയിക്കാം, അല്ലെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് നിശ്ചയിക്കാം എന്ന് പറയരുത്. എന്താണ് നിങ്ങളുടെ ഉള്ളില്, ഏത് കരിയറിലേക്ക് എത്തണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. രക്ഷിതാക്കൾക്ക് പല കരിയറിന്റെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മകള് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നു മിക്ക രക്ഷിതാക്കളും. നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു ട്രെൻഡാണ്, മക്കൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നൊക്കെയുള്ള ഒരു ട്രെൻഡ്. മോശമൊന്നുമല്ല, ഡോക്ടർ കരിയറും എഞ്ചിനീയറിംഗ് കരിയറും ഒന്നും മോശമുള്ള കരിയറല്ല. പക്ഷെ അതൊന്നും പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യാറില്ല എന്നുള്ളതാണ്. എല്ലാവരും വിചാരിച്ചവരൊന്നും ആ സ്ഥലത്ത് എത്താറുമില്ല. എന്നാൽ അത്രയൊന്നും കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരുപാട് കരിയറുകൾ ലോകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളിപ്പോ ഈ വർഷം 2026 എന്നാണ്. നിങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രായം എത്രയായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഇനിയൊരു 5 കൊല്ലം നിങ്ങൾ മിനിമം പഠിക്കണം. മിനിമം 5 കൊല്ലം പഠിക്കണം. 2 വർഷത്തെ +2, 3 വർഷത്തെ ഡിഗ്രി, അതിപ്പോ മിക്കവാറും 4 വർഷമാകും. 4 വർഷത്തെ ഡിഗ്രി, അതിന് ഒരു PGയും കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 3 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 8-9 വർഷക്കാലം നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നിങ്ങൾ ആലോചിക്കുക, 2035 കരിയർ എന്താണ്? ഇപ്പോഴത്തെ കരിയർ അല്ല നിങ്ങൾ നോക്കേണ്ടത്. 2035 കരിയർ എന്തായിരിക്കും എന്നുള്ളത് നോക്കുക. എല്ലാവരും ഇപ്പോ വാപ്പയമ്മയും ജീവിക്കുന്നത് ഇപ്പോഴാണ്, ഈ ലോകത്താ ജീവിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്താ. നിങ്ങളൊരു കരിയറിലേക്ക് എത്തുന്നത് 2035. അന്ന് നിങ്ങൾ ഈ വിചാരിക്കുന്ന എല്ലാം ഉണ്ടാവുമോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, 2035 ഡോക്ടർമാരുണ്ടാവുമോ? നിങ്ങൾ പറഞ്ഞു തരി. 2035 ഡോക്ടർമാരുണ്ടാവോ? അയ്യേ, പിന്നല്ലാതെ ഡോക്ടർമാർ, നമുക്ക് രോഗം ഉണ്ടാവില്ലേ? ഡോക്ടർമാരുണ്ടാവില്ലേ?
ആലോചിച്ച് നോക്കുക. അപ്പൊ 2035 ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് ഇത്ര ഗ്ലാമർ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയില്ല, ഒരു പോസ്റ്റ് ആവില്ല. ഇത്ര ഗ്ലാമർ ആയ പോസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം ചികിത്സകളും ഒക്കെ തന്നെ ഇന്ന് AI നിയന്ത്രണത്തിലേക്ക് വരാൻ പോവാ. നല്ലൊരു നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് കഴിയാനുള്ള AI ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള അരീക്കോടിന് തൊട്ടടുത്തുള്ള MVR ക്യാൻസർ സെന്ററിൽ 2024 ഒരു ഡോക്ടർ ചാർജ് എടുത്തു. MVR ക്യാൻസർ സെന്ററിൽ പിന്നെ ഒരു ഡോക്ടർ ചാർജ് എടുത്തു. അയാൾ ഒരു മനുഷ്യനല്ല, അയാളാണ് അവിടുത്തെ വലിയ സർജറി ചെയ്യുന്നത്. അത് റോബോട്ടിക്കാണ്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇതായിരിക്കും 2035 അധ്യാപകരുടെയൊക്കെ നമ്മുടെയൊക്കെ കാര്യം വളരെ പോക്ക. 2035 ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് എന്തായിരിക്കും. അപ്പൊ അതിനാ പഠിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്തതാ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത കുറെ എണ്ണം ഡോക്ടറും ആയിട്ടുണ്ട്, എഞ്ചിനീയറും ആയിട്ടുണ്ട്. യാതൊരു സംശയമൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ഫാസ്റ്റാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസമായിട്ടുള്ള ഒരു വിദേശയാത്ര കഴിഞ്ഞ് വന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, അവിടെയൊക്കെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച് പോയ ചില കോഴ്സുകളൊക്കെ ഇപ്പൊ അവിടെ തുടങ്ങുക. അതിനൊക്കെ അവിടെ വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആ രാജ്യങ്ങളിൽ ആരും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ ഏറ്റവും രസകരമായ കാര്യം, മെഡിക്കൽ രംഗം, ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒന്നുമല്ല. പക്ഷെ ഹെൽത്ത് കെയറിൽ ചില സാധനങ്ങൾ തിളങ്ങുന്നുണ്ട്. ഒന്ന് നഴ്സിംഗ് എന്ന് പറയുന്ന സാധനത്തിന് എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ്. എന്റെ നഴ്സിംഗ് എന്ന് പറഞ്ഞ ജോലിയല്ലല്ലോ. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് അല്ലേ, ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ. അതുകൊണ്ട് എല്ലാ കാലത്തും ഡിമാൻഡാ. നഴ്സിംഗ്, ഫിസിയോതെറാപ്പി 30 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ താഴെ വീണ ഒരു സാധനം എടുക്കാൻ പറ്റുമോ? നിലത്തുനിന്ന് ഒന്ന് കുനിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഊര പോവില്ലേ? എന്തേത് ഇന്നത്തെ കാലത്ത് അതാണ്. ഫിസിയോതെറാപ്പി വേണം, നഴ്സിംഗ്. അപ്പൊ ഇതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. ഇനി വളരെ അപൂർവമായിട്ടുള്ള ചില മെഡിക്കൽ ഫീൽഡുകളിലും പിന്നെ എന്തുണ്ട്, സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ അതൊക്കെ ആലോചിക്കേണ്ടത്. ഞാൻ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് അല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡ്രോൺ എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ഇങ്ങനെയുള്ള നിരവധി കോഴ്സുകൾ, ഡാറ്റാ സയൻസ് പോലുള്ള കോഴ്സുകളിലേക്കൊക്കെയാണ് ഇനി നിങ്ങൾ പോവേണ്ടത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, എഞ്ചിനീയറിംഗിൽ ഇനി പഴയ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നതിന് വലിയ സാധ്യതകൾ ഉണ്ടാവുമോ എന്നുള്ള, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് പറയുന്നതിനൊക്കെ ഇനി വലിയ സ്കോപ്പ് ഉണ്ടാവുമോ? സിവിൽ എഞ്ചിനീയറിംഗിന് സാധ്യത കുറഞ്ഞിട്ടൊന്നുമില്ല. അതേപോലെ ഇന്റീരിയർ സയൻസ് എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ അതിനേക്കാളേറെ വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് പഠിക്കുന്നത് കൗൺസിലിംഗ് കോഴ്സിനാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാലത്ത് കൗൺസിലിംഗേ നടക്കുള്ളൂ. 2022 എന്ന് പറഞ്ഞ വർഷത്തില് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വന്ന സ്റ്റാറ്റസ് എന്താ അറിയാം? നമ്മുടെ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വന്ന സ്റ്റാറ്റസ് എന്താണെന്നറിയോ? വി ഡിവോഴ്സ്ഡ്. അത് സ്റ്റാറ്റസാ. ഞങ്ങൾ വേർപിരിഞ്ഞു. ഞാനും ഭർത്താവും അല്ലെങ്കിൽ ഞാനും ഭാര്യയും വേർപിരിഞ്ഞു എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഇടാതെ ഒരു മടിയില്ല. 2022 ഫേസ്ബുക്കിൽ വന്ന ഏറ്റവും കൂടുതൽ വന്ന സ്റ്റാറ്റസ് വി ഡിവോഴ്സ്ഡ്.
എന്ന് പറഞ്ഞാൽ ഫാമിലികൾ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലേക്കാണ്. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് കൗൺസിലർ എന്ന് പറയുന്ന റോളുകളൊക്കെ വരും. ഇന്നിപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, വ്യാപകമായിട്ട് കുട്ടികളൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ ആലോചിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു കൗൺസിലിംഗ് നമുക്ക് നടത്താം. ഞാൻ അതിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കരിയർ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ അക്കാദമിക കാര്യങ്ങളും നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. വെറും പുസ്തകത്തിലേക്ക് കയറിപ്പോരുത്. കായികമായിട്ട് അല്ലെങ്കിൽ കലാപരമായിട്ട് അതിലൊക്കെ വേണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ SLC റിസൾട്ട് വന്നപ്പോ കഴിഞ്ഞ SLC റിസൾട്ട് വന്നപ്പോ അരീക്കോട് പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്കൂളിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ കേട്ടോ? അത് കേട്ടോ? ഇതെന്താ റേഡിയോ മാംഗോ പറഞ്ഞാൽ അതിൽ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ? നിങ്ങളൊന്നും പ്രതികരണമൊന്നുമില്ലേ? ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തോ? ഇല്ല, പെൺകുട്ടിയല്ല, ആൺകുട്ടി ആത്മഹത്യ ചെയ്ത കഥ കേട്ടില്ലേ നിങ്ങള്? തൊട്ടടുത്ത പഞ്ചായത്തില്, അരീക്കോടിന് തൊട്ടടുത്ത പഞ്ചായത്തില് ഒരു വിഷയത്തിൽ തോറ്റതാ പ്രശ്നം. ഒരു വിഷയത്തിൽ തോറ്റതാ. കുട്ടികൾക്ക് തോൽക്കാൻ അറിഞ്ഞൂടാ, അതാ കുഴപ്പം. എന്തുകൊണ്ടാണ്? അക്കാദമിക വിഷയങ്ങളും നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. തോൽക്കാൻ പഠിക്കണം. തോൽക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? കളിക്കാൻ പഠിക്കണം. കളിയിലെ തോൽവിയുള്ളൂ, അല്ലേ? കളിക്കുമ്പോഴേ തോൽവിയുള്ളൂ. പന്ത് കളിക്കുമ്പോ തോറ്റ് തൊപ്പിയിട്ട് എന്റെ ടീമൊന്നും കാലം വരെ ജയിച്ചിട്ടുണ്ടാവില്ല. ഈ തോൽവിയുടെ എന്താ പറയാ, ഈ പരിഹാസമൊക്കെ കേട്ടിട്ടായിരിക്കും വീട്ടിക്ക് പോവുക. അപ്പൊ തോൽവി നമുക്കൊരു പുത്തരിയല്ല. മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. തോൽവി നമുക്ക് പുത്തരിയല്ല. തോറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ. ഈ എന്താണ് കോട്ടി കളിക്കലിന്റെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളൊക്കെ ചെറുപ്പത്തില് എൻ്റെ ഉമ്മ എൻ്റെ ഇവിടെ തയമ്പായിരുന്നു. എന്തേ? അടി കൊണ്ടതില്ല. മര്യാദക്ക് ഒരാൾക്ക് ഞാൻ അടിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരുടെ അടി ഞാൻ കൊള്ളും. തോറ്റിട്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് തോറ്റാല് കോട്ടി കളിക്കുമ്പോ തോറ്റു കഴിഞ്ഞാൽ പോലും വീട്ടിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന മക്കളാ, തോൽക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളാ. അപ്പൊ ഇതെന്ത് ചെയ്യാൻ? നമ്മൾ ആക്ടിവിറ്റീസ് അല്ലേ? കളിയില് താല്പര്യം കൊണ്ടുണ്ടെങ്കിൽ ജയിക്കാൻ പഠിക്കുന്ന മാത്രമല്ല, ജയിച്ചവനെ അഭിനന്ദിക്കാനും പഠിക്കും, അല്ലേ? ജയിച്ചവനെ അഭിനന്ദിക്കാൻ പഠിക്കും, കാത്തിരിക്കാൻ പഠിക്കും. കളിയിലൊക്കെ കാത്തിരിക്കാൻ പഠിക്കും. 12ാമനായി ബാറ്റ് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. 11 ആള് അല്ലെ, ഈ 10 ആളും അങ്ങോട്ട് അല്ലെങ്കിൽ 9 ആളും ഔട്ടായി കഴിഞ്ഞാലാണ് 11ാമത്തെ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുക. അപ്പൊ അയാൾ കാത്തിക്കുകയാണ്, ഇയാളും കൂടെ ഔട്ടാണ്, എന്നാലേ എനിക്കൊന്ന് ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കളിയിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. അപ്പൊ കളിക്കണം മക്കള്, പഠിക്കണം മക്കള്, അല്ലേ? അല്പം ലിഷറാവാം, പാട്ടുപാടാം, ഇതൊക്കെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകണം. ഞാൻ എപ്പോഴും ആലോചിക്കൽ എങ്ങനെയാ, ഫുൾ A+ കിട്ടുന്നതിനേക്കാൾ ഏറെ എനിക്കിഷ്ടം അല്പസ്വല്പം A+ഉം പിന്നെ കുറച്ച് കളിയും പിന്നെ സ്വല്പം എഴുത്തും വരയും പാട്ടും ഒക്കെ ഉള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ഹീസ് എ പെർഫെക്റ്റ്. അല്ലാതെ 10 A+, ഫുൾ A+. അരീക്കോടുന്നൊരു സംഘം ഒന്നായിട്ട് ഫുൾ A+. മൂർക്കനാട് സ്കൂളിൽ പോയി, തൊട്ടടുത്ത് സുബുലുസലാം ഹൈസ്കൂളിൽ പോയിട്ട് ആ ഫുൾ A+കാർ ഒരു ക്ലാസ് റൂമിൽ അങ്ങോട്ട് ഇരുന്ന് മാഷന്മാർക്ക് ആ ക്ലാസ്സിക്ക് കയറാൻ പേടി. കാരണം ഫുൾ A+, ഫിസിക്സിൽ A+, കെമിസ്ട്രിയിൽ A+, ബയോളജിയിൽ A+, മാത്സിൽ A+, ഹിസ്റ്ററിയിൽ A+. അങ്ങനെ ഉണ്ടാവുമോ? ഈ ഫിസിക്സിൽ കിട്ടിയ ഒരു കുട്ടിക്ക് ഹിസ്റ്ററിയിൽ A+, കണക്കിൽ എല്ലാത്തിലും A+. ഭയങ്കര ആ ക്ലാസ്. വൈകുന്നേരം സ്കൂള് ഒരു പീരീഡ് നേരത്തെ വിട്ടു. ആ ക്ലാസ്സിലെ കുട്ടികൾ ഒന്നായിട്ട് പുറത്തിറങ്ങി നേരതായി തൊട്ടടുത്തുള്ള പുഴന്റെ അടുത്ത് നിന്ന്. അപ്പൊ പുഴക്കൊരു തോണിയുണ്ട്, ആ തോണിയിലേക്ക് കുട്ടികൾ ഒന്നായിട്ട് കയറി. ഫുൾ A+ അല്ലേ? അതുകൊണ്ട് തോണി മര്യാദക്ക് പോവോ? തോണിയിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് A+ൽ പഠിച്ചില്ല. വെള്ളത്തിൽ വീണാ നീന്തൽ എങ്ങനെയാന്നുള്ളത് A+കാരൻ പഠിച്ചില്ല. ആ തോണി നടുക്കെത്തിയപ്പോ മുങ്ങിപ്പോയി. അറിയല്ലോ, 8 കുട്ടികള് അന്ന് മരണപ്പെട്ടു. അപ്പൊ A+ കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ? റോഡ് നന്നായിട്ട് വിലങ്ങുറിയാൻ കഴിയാത്ത, റോഡ് ക്രോസ് ചെയ്യാൻ കഴിയാത്തവന് ഫുൾ A+ കൊണ്ട് എന്ത് കാര്യമുണ്ടോ?
അതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറയാം, നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിച്ചതാ. എൻ്റെ മോളും 10ാം ക്ലാസ് പഠിച്ച് റിസൾട്ട് മോന് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഇവിടെ പിന്നെ നമ്മള് പ്രതീക്ഷയുടെ പ്രോഡക്റ്റാ എൻ്റെ മോനൊക്കെ. 10ാം ക്ലാസ് റിസൾട്ട് വന്ന്, ഞാൻ അന്ന് കാസർഗോഡാ, റിസൾട്ട് വന്ന അന്ന് ഞാൻ വീട്ടിലേക്ക് വരിക, വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ഇവന്റെ റിസൾട്ട് എന്താണ് എന്ന് അറിയാനുള്ള, അന്നത്തെ പോലെ ഈ സംവിധാനങ്ങളൊക്കെ അത്ര പ്രചാരത്തിലുള്ള. അപ്പോ ഞാൻ വീട്ടിലേക്ക് കയറി വരിക, വീട്ടിലെ വാതിൽ തുറന്നപ്പോണ്ട് വീട്ടിലൊരു ആരോ മരിച്ചു കിടക്കണ മാതിരിയുള്ള അവസ്ഥയാണ്. ഭാര്യ, മൂത്ത മകൻ, ഇളയ കുട്ടി, ഇവൻ, എല്ലാവരും ഇങ്ങനെ മരിച്ച മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണ മാതിരി ഇരിക്കുകയാണ്. ഞാൻ മെല്ലെ എന്തോ സംഭവം ഉണ്ടല്ലോ, ഞാനൊന്നും ചോദിച്ചില്ല, ചോദിച്ചാൽ പൊട്ടും എന്ന് എനിക്കറിയാം. ഞാൻ മെല്ലെ എൻ്റെ ബാഗൊക്കെ വെച്ച് അകത്ത് പോയി മുറിയിൽ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന്, അപ്പോൾ ഈ ഇരുത്തത്തിന് മാറ്റമൊന്നുമില്ല, ഒരാളും ഇല്ല. അപ്പോ ഞാൻ മെല്ലെ കസേരയിലിരുന്ന് എന്താണ് സംഭവം, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചല്ലോ പെണ്ണുങ്ങള്, ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. 2 എയുമായിട്ടാ വന്നിരിക്കണത്, 2 എയുമായിട്ടാ വന്നിരിക്കണത്. ഓ, അത്ര മോശമാവൂ എൻ്റെ മോൻ? 2 എ ഇട്ടാ വന്നിരിക്കണത്. നിങ്ങളെ പുന്നാര മോന്, ഞാൻ ആ മാർക്ക് ലിസ്റ്റ് എടുത്തൊന്ന് നോക്കി, 10 A+ഉം 2 എയും. ഇവള് കണ്ടത് 2 എ മാത്ര. ഞാൻ 10 A+ക്കാ നോക്കി, ഏട്ടാ ഇത് 10 A+ആ, ഇത് എവിടുന്ന് കിട്ടിയടാ നിനക്ക്? ഞാൻ ഇവനെ പോയി കെട്ടിപ്പിടിച്ചു, ഇവന്റെ മൂർധാവിന് ഉമ്മ കൊടുത്തപ്പോഴാണ് ആ സിറ്റുവേഷൻ മാറിയത്. മക്കളെ, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലേ, ഒരു A+ ഒക്കെ പറഞ്ഞ് കുട്ടികളോട് പിണങ്ങി നടക്കുന്ന ഉമ്മമാരുപ്പമാരുണ്ടെങ്കിൽ കരുതുക, ഈ മക്കളാണ് കേട്ടോ നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഫുൾ A+ ഉണ്ടാവണമെന്നില്ല, ഫുൾ A+ ഉണ്ടാവണമെന്ന് എന്താ പറയാ, ഒരു വാശി നിങ്ങൾ പിടിക്കരുത്. മികച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻസ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയണം എല്ലാറ്റിലും. എല്ലാ കളിയും തമാശയും ചിരിയും മറ്റു കഴിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഏത് മത്സര പരീക്ഷകൾക്കും തയ്യാറാവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക. 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ് എന്താ ഉദ്ദേശം? പഠിച്ച് റിട്ടയർ ചെയ്യാനാണോ ഉദ്ദേശം? അങ്ങനെ ഒരാളുണ്ട് ഇവിടെ, പഠിച്ചങ്ങനെ പോയി അവസാനം റിട്ടയർ ചെയ്തൊരു പണിയൊന്നും കിട്ടില്ല. കാരണം ഇയാൾ പഠിക്കന്നെ, അതിനാണോ? പഠിച്ചൊരു ജോലി വേണ്ടേ? ജോലി വേണമെങ്കിൽ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതാനുള്ള, അതിനാണ് ഇവിടെ ഈ പ്രതീക്ഷ പോലുള്ള സ്ഥാപനങ്ങൾ. ഇവിടെ +2 കഴിഞ്ഞൊരു പയ്യൻ വന്നു, കേൾക്കണം, ഞാൻ അന്ന് പ്രതീക്ഷയിലെ അധ്യാപകനാ. +2 കഴിഞ്ഞൊരു പയ്യൻ വന്നു. ആ പയ്യൻ +2 കഴിഞ്ഞിട്ട് അരീക്കോട് സയൻസ് കോളേജിൽ അവന് ഡിഗ്രിക്ക് 1ാം വർഷത്തിൽ അഡ്മിഷൻ കിട്ടി. ആ പയ്യൻ ഇവിടെ +2 കഴിഞ്ഞിട്ട് ഇവിടെ ജോയിൻ ചെയ്തതാ. ഇവൻ 1ാം വർഷം കഴിഞ്ഞ ഉടൻ തന്നെ അവൻ 2ാം വർഷത്തിലേക്ക്, ഡിഗ്രി 2ാം വർഷത്തിലേക്ക് കയറുമ്പോഴേക്ക് പ്രതീക്ഷയിൽ ഇരുന്ന് പഠിച്ച അവൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കയറി. എന്റെ അടുത്ത് വന്നിരുന്നു, ഞാനിപ്പോ എന്ത് ചെയ്യണം? ഞാനാണ് അവന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തത്, അവന്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തത് ഞാനാ. ഞാൻ പറഞ്ഞ അവനോട്, നീ ജോലി ചെയ്യ്, ജോലിയിൽ കയറ്, എന്നിട്ട് ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് പഠിച്ചെടുക്ക്. അവനപ്പോ ഡിഗ്രിയും കഴിഞ്ഞു, ഇപ്പൊ PGയും കഴിഞ്ഞു. ഞാൻ പറയുന്നത് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ കോമ്പറ്റിറ്റീവ് മൈൻഡ് നിങ്ങൾ ഉണ്ടാക്കുക. നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട്, ഇപ്പൊ KAS പോലുള്ള, സിവിൽ സർവീസ് പോലുള്ള ധാരാളം മത്സര പരീക്ഷകള്, ഉന്നതമായ തൊഴിലിനൊക്കെ സാധിക്കുന്ന മത്സര പരീക്ഷകളുണ്ട്. അതിലേക്കൊക്കെ എത്താൻ നിങ്ങൾക്ക് സഹായകമാകും. ഒന്നും കൂടെ പറയുന്നു, നിങ്ങളുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ കുട്ടികളോട് പറയാനുള്ളത് വളരെ അപകടമാണ്, വളരെ ദയനീയമാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കുട്ടികളുടെയൊക്കെ അവസ്ഥ. ഞാൻ ചില സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ മുന്നിലെത്തുന്ന കുട്ടികളുടെയൊക്കെ അവസ്ഥ പരമദയനീയം എന്ന് പറഞ്ഞ പരമദയനീയം. ഈ അരീക്കോടിനും കൊണ്ടോട്ടിക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശത്തൊരു കുട്ടി കൗൺസിലിങ്ങിന് വന്ന്, അവന് നിർബന്ധമായിട്ടും അവന് ബാംഗ്ലൂരിൽ പോയി പഠിക്കണം. ഞാൻ അതിൻ്റെ അപകടങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവന് പഠിച്ചേ പറ്റൂ, ബാംഗ്ലൂരിൽ പോയി തന്നെ പഠിക്കണം. ഇന്ന്
ആ കുട്ടി ഒരു മെന്റൽ അസൈലത്തിൽ കഴിയുകയാണ്. ബാംഗ്ലൂരിൽ പോയാലൊക്കെ അങ്ങനെ ആവുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ സ്വയം നിയന്ത്രണം ഇല്ലാത്ത കുട്ടികൾ, അതുകൊണ്ടാണ് ആരോഗ്യം ശ്രദ്ധിക്കണം. മയക്കുമരുന്നും ലഹരിയും ഒക്കെ ആണിനെന്ന പോലെ പെണ്ണിനും. ആണുങ്ങളെ മാത്രം അതിൽ പ്രഹരിച്ചിട്ട് കാര്യമില്ല. ആണും പെണ്ണും ഇതിൽ സമന്മാരാണ്. മയക്കുമരുന്നിനും അല്ലെങ്കിൽ പുതിയ താല്പര്യങ്ങൾക്കും മുന്നിലെത്തുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട് നമ്മളെ കൂട്ടത്തില്. ഇതാണ് ലോകം, ഇതാണ് യാഥാർത്ഥ്യം. ഈ പഴഞ്ചൻ അച്ഛനും അമ്മയും ഒന്നുമല്ല ലോകം, ഇതാണ് യാഥാർത്ഥ്യം. എന്റെ മുന്നിൽ വന്നിട്ട് എന്നോട് ചിരിക്കുന്ന, നന്നായിട്ടൊരു മുടി ഇങ്ങനെ കോതുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ഇത് ലോകത്തിൽ 10-20 കൊല്ലക്കാലം എന്നെ പഠിപ്പിച്ചുണ്ടാക്കിയ എന്റെ പിതാവിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഒന്ന് കുനിഞ്ഞാൽ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ കാണാവുന്ന മക്കള്, ഒന്നൊന്ന് കുനിഞ്ഞിട്ട് ഒന്ന് കുനിഞ്ഞാൽ എവിടെയാണ് വസ്ത്രം എടുക്കേണ്ടതെന്ന് അറിയാത്ത മക്കള്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്താണ് നമ്മള്. ഇതാണ് ലോകം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള്. അതുകൊണ്ട് വേണ്ടാത്തരങ്ങളിലൊക്കെ തന്നെ ചെന്ന് അകപ്പെടുന്ന മക്കളുടെ എണ്ണം കൂടുതലാണ്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ മുന്നിലെത്തുന്ന കുട്ടികളിൽ നിന്ന് ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ലോകം ഇതൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ലാസ്റ്റ് അവസാനത്തെ പോയിന്റ് ഞാൻ പറയുന്നു. വന്ന വഴികളൊക്കെ മറക്കാതിരിക്കുക. വന്ന വഴി മറക്കാതിരിക്കുക. പറഞ്ഞ മനസ്സിലായോ? ഞങ്ങളുടെയൊക്കെ കഥ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. എൻ്റെ വല്യമ്മക്ക്, എൻ്റെ ഉമ്മൻ്റെ ഉമ്മക്ക് 11 മക്കള്. 11 മക്കള്. എങ്ങനെ അവരെയൊക്കെ പോറ്റി വളർത്തും എന്ന് കരുതി. എന്നാലും എത്ര സന്തോഷമായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ ആയപ്പോഴേക്ക് 11 വേണ്ട 5 എന്ന് തീരുമാനിച്ചു. എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു 5 സഹിക്കൂല കേട്ടോ, 3 മതി. അത് 2 എൻ്റെ പ്ലാന്. ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ഒരു 3 നാക്കി. അങ്ങനെ 3 ആയി. ഇപ്പൊ എൻ്റെ മക്കളൊക്കെ 1 മതി എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ ഏർപ്പാട്. അതൊന്നും 1 തന്നെ അപ്പുറമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പൊ മക്കളൊക്കെ 1 വരെ നിർത്തുകയാണ്. നിങ്ങളെത്തുമ്പോ കല്യാണം തന്നെ വേണ്ടെന്നല്ല ആണല്ലോ. ഇപ്പൊ കല്യാണം, എന്തൊരു കല്യാണം! എന്തിനാ അയാളെ സഹിക്കണം? എന്തിനാ അമ്മായിമ്മനെ സഹിക്കണം? ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കല്യാണം വേണ്ട എന്ന് പറയുന്നു. ഈ കല്യാണം കഴിച്ചാൽ തന്നെ മക്കള് വേണ്ട എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ചോയ്സ്. നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഏതായാലും ഞങ്ങളെയൊന്നും നോക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ലേ? ഞങ്ങളൊന്നും നോക്കൂല. നമ്മളിങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കുമ്പോൾ, ഞാൻ എൻ്റെ ചെറിയ പേരക്കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ എന്നെ നോക്കാനുള്ള കുട്ടിയത് എന്നൊക്കെ പറയെങ്കിലും 10 വയസ്സെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും തിരിഞ്ഞു നോക്കാണ്ടാവില്ല. ഞങ്ങൾ രക്ഷിതാക്കൾക്ക് ഒരു പ്രതീക്ഷയും നിങ്ങളുടെ മേലില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, വന്ന വഴി മറക്കാതിരിക്കുക. വന്ന വഴി മറക്കാതിരിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ തടസ്സങ്ങളായിട്ട് നിങ്ങളുടെ രക്ഷിതാക്കൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. പക്ഷേ നിങ്ങളങ്ങ് ഓടിച്ചു പോകുമ്പോ ആ വാഹനത്തിന്റെ കണ്ണാടിയിൽ ഒന്ന് നോക്കുക. പിറകില് നിങ്ങളുടെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഓടുന്ന വാഹനം വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. നിങ്ങൾ ഓടിച്ചോളി, നിങ്ങളെ കാറിൽ ഞങ്ങളെ കയറ്റണ്ട. പക്ഷെ നിങ്ങൾ പോകുമ്പോ ആ റിയർ മിററിൽ നിങ്ങൾ നോക്കുക, തൊട്ട് പിറകിൽ വാപ്പയും ഉമ്മയുണ്ട്, അച്ഛനും അമ്മയുണ്ട് എന്നുള്ളത് ബോധം വേണം. കാരണം നിങ്ങളാക്കിയത് ആ രക്ഷിതാക്കളാ. നിങ്ങളാക്കിയത് ആ രക്ഷിതാക്കൾ. അവരില്ലെങ്കിൽ അവരൊന്ന് മിനിറ്റ് നേരം ആലോചിച്ചിട്ട് എന്തിന് മക്കൾ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിറവി കൊള്ളില്ലായിരുന്നു. ഒന്നും ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജനിച്ചത് കൊണ്ട് മാത്രം അപ്പയായവരാ, ഉമ്മയായവരാ, അച്ഛനായവരാ, അമ്മയായവരാ. നിങ്ങൾ ജനിച്ചത് കൊണ്ട് മാത്രം. അത് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഞാൻ, നിങ്ങള് നന്ദിയുള്ളവരാവുക. 3 ആൺകുട്ടികൾ നടന്നു പോകുന്നു അങ്ങാടിയിലൂടെ. 3 ആൺകുട്ടികള്. ഈ ആൺകുട്ടികൾ നടന്നു പോകുന്നത് കണ്ടപ്പോഴേ അങ്ങാടിയിലുള്ള ആളുകൾ മുഴുവൻ തന്നെ കൈവച്ച് പറയും, ആ മനുഷ്യന്റെ ഒരു ഭാഗ്യം.
വാഴയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം. ആ മനുഷ്യന്റെ ഒരു ഭാഗ്യം, മൂന്നിനും അല്ലെ ഒന്നിനൊന്ന് പോകുന്ന മക്കള്, 3 ആൺകുട്ടികൾ, ഇങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ. അച്ഛൻ ഒരു സ്കൂളിലെ LP സ്കൂളിലെ മാസ്റ്റർ ആയിരുന്നു. അയാളിങ്ങനെ മക്കളെയും കൊണ്ട് ഇങ്ങനെ രാത്രി വൈകുന്നേരം ആകുമ്പോൾ നടന്നു പോകും. ഒരാൾ 8-ല്, ഒരാൾ 10-ല്, ഒരാൾ +2-നൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂത്തവൻ +2 കഴിഞ്ഞ് പോകാൻ പറഞ്ഞു, എനിക്ക് MBBS-ന് പോകണം. ഫാദർ പറഞ്ഞു, നീ പോയിക്കോ, നീ പഠിച്ചു പോയിക്കോ. പഠിച്ചു പോകാനല്ല, എനിക്ക് ഇംഗ്ലണ്ടിൽ MBBS-ന് പോകണം. ഇംഗ്ലണ്ടിൽ MBBS-ന് പോകണം. അതിന് എവിടെയാ മോനെ, നമ്മളെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അച്ഛൻ്റെ സ്വത്തില്ലേ, പകുതി വിറ്റാളി. അങ്ങനെ അച്ഛൻ തന്റെ സ്വത്ത് പകുതി വിറ്റത് നടന്നതാണ് കേട്ടോ, നടന്നതാണ്. ഈ രക്ഷിതാവ് എന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. സ്വത്ത് പകുതി വിറ്റ് മകൻ ഇംഗ്ലണ്ടില് MBBS-ന് അയച്ചു. അപ്പോഴേക്ക് രണ്ടാമത്തവൻ +2 കഴിഞ്ഞെത്തി. അവൻ ഡിഗ്രി കഴിഞ്ഞ് പോകാൻ പറഞ്ഞു, അവന് MBA-ക്ക് ചേരണം. എവിടുന്ന് MBA ചേരും മോന്? അല്ല, എനിക്ക് ഓസ്ട്രേലിയയിൽ MBA ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയോ? അല്ല, ഏട്ടനെ പിന്നെ ഇംഗ്ലണ്ട് വിട്ടിട്ട് ഡോക്ടറാക്കാൻ പറ്റിയെങ്കിൽ എന്നെന്താ ഓസ്ട്രേലിയയിൽ വിട്ടാൽ ബാക്കിയുള്ള സ്വത്തും കൂടെ വിറ്റാളി. ഇയാൾ ബാക്കിയുള്ള സ്വത്ത് വിറ്റ് രണ്ടാമത്തവൻ ഓസ്ട്രേലിയയിൽ MBA-ക്ക് ചേർത്തു. മൂത്ത മകൻ ഇംഗ്ലണ്ടിൽ നിന്ന് പെണ്ണിനെയും ഒരു സായിപ്പിൽ ഒരു മാതാമയെ കല്യാണം കഴിച്ച് അവിടെ കൂടി. രണ്ടാമത്തെ മകൻ ഓസ്ട്രേലിയയിൽ MBA ചേർന്ന്. ഈ 2 മക്കളും തിരിച്ചു വന്നില്ല, തിരിച്ചു വന്നേയില്ല, നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അവരുടെ കല്യാണത്തിന് പോലും ഈ അച്ഛനും അമ്മക്കും കൂടാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ മകൻ, അയാൾ പറയാ, ഞാൻ എൻ്റെ 3ാമത്തെ മകനെ പഠിപ്പിച്ചില്ല. അതെന്തേ? ഞാൻ എൻ്റെ 3ാമത്തെ മകൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഫാറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് ചേർത്ത്. ഫാറൂഖ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവനെ തൊട്ട് ഫാറൂഖ് കോളേജിൽ തന്നെയുള്ള ഒരു BEd കോളേജിൽ അവനെ BEdന് ചേർത്ത്. അവനൊരു സർക്കാർ സർവീസിൽ PSC കിട്ടി. ഇന്ന് ഞാൻ അവന്റെ തൊഴിൽ അല്ല അവന്റെ എന്താ പറയാ വരുമാനം കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കഞ്ഞി കുടിച്ചു പോകുന്നു. ഇതിൽ ആരുടേതാണ് കരിയർ? മൂത്ത മകൻ ഡോക്ടർ, രണ്ടാമത്തെ മകൻ ഓസ്ട്രേലിയയിൽ ഒരു കമ്പനിയുടെ CEO, 3ാമത്തെ മകൻ ഒരു സാധാരണ അധ്യാപകൻ. അപ്പോ നിങ്ങൾ ആലോചിക്കുക, തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെയും കൂടെ സംരക്ഷിക്കുമ്പോഴേ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിന് വിജയം ഉണ്ടാവുള്ളൂ. ഞാൻ ഏതായാലും പിന്നെ ഇവിടെ ആരൊക്കെ എത്തിയെന്ന് എനിക്കറിയില്ല. മിൻഹ ഫാത്തിമ, ജന്ന ജംഷി, ഫഹ്മിദ, ഫർഹത്ത്, സൻഹ ഫാത്തിമ. ബാക്കി ആരെങ്കിലും ഉണ്ടോ ഇനി? എനിക്ക് തോന്നുന്നു ഇന്ന് അനുമോദനം കൊടുക്കുന്ന കുട്ടികളിൽ പകുതിയിലേറെ പേര് മൈത്രക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാബുവിൻ്റെ നാട്ടുകാരാണെന്നാണ് തോന്നുന്നത്, അല്ലേ? മൈത്ര എന്ന് പറയുന്ന രാജ്യം, ഞാൻ നാട് എന്നല്ല പറയാം, മൈത്ര എന്ന് പറയുന്ന രാജ്യം രക്ഷപ്പെട്ടു പോയത് ഈ സ്ഥാപനം കൊണ്ടാണ്, ബാബുവിനെ കൊണ്ടാണ്. മൈത്ര അതൊരു സ്വയം പര്യാപ്തമായ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അരീക്കോട് നിന്നൊക്കെ ഒരു മോചനം, ഊർങ്ങാട്ടിയിൽ നിന്നൊക്കെ മോചനമായിട്ട് ഒരു അല്ലേ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ എന്നൊക്കെ പറയും. ചൈനയുടെ ഹോങ്കോങ്ങിനെ പറയുന്ന പോലെ അത് സ്വന്തമായിട്ട് വേണ്ടിയിരിക്കും. കാരണം ഡോക്ടർമാരും എഞ്ചിനീയർമാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടെ കൂടിയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ കുട്ടികളെ മുഴുവൻ അഭിനന്ദിക്കുകയാണ്, ഈ രക്ഷിതാക്കളെയും അഭിനന്ദിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ചരിത്രമൊക്കെ ഞാൻ ഒരുപാട് വേദികളിൽ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇന്ന് ആദ്യം ആദരിക്കേണ്ടത് ഈ സ്ഥാപനത്തിനെ തന്നെയാണ്, ഈ സ്ഥാപനത്തിന് തന്നെയാണ്. അതിനധിക സമയം വേണ്ടി വരില്ല. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ ഒരു കാലത്ത് ഈ സ്ഥാപനത്തിൻ്റെ എന്താ പറയുക ഇവിടെ അലുമിനെ രൂപീകരിച്ച് ഈ സ്ഥാപനത്തിന് അഭിനന്ദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ കുട്ടികൾ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു, രക്ഷിതാക്കളെ അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സാർ. സ്നേഹം നിറഞ്ഞ നൗഷാദ് സാർ, ബാബു സാർ, പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രധാന നക്ഷത്രങ്ങളായ നമ്മുടെ പ്ലാനറ്റിലെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പൂർത്തിയായ കുട്ടികളെ,
ബാബു സാറിനെ പോലെ ഞങ്ങൾക്കും ഏറെ അഭിമാനിക്കാവുന്ന ദിവസമാണിത്. കഴിഞ്ഞ വർഷം ആദ്യമേ തന്നെ കഴിഞ്ഞ വർഷം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സാറ് വളരെ പോസിറ്റീവായിട്ട്, ബാബു സാർ ഞങ്ങളോട് പറഞ്ഞു, വളരെ പോസിറ്റീവായിട്ട് എടുക്കുക, കുട്ടികളൊക്കെ നന്നായി ശ്രമിച്ചോളും, സാറിന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ഇത്രയും നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും നല്ല റിസൾട്ടാണ് പ്ലാനറ്റ് അക്കാദമിയിലെ കുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഓരോരുത്തരുടെ പേരുകൾ എടുത്തു പറയുന്നില്ല. ഫുൾ A+ നേടിയ 5 പേരോളമുണ്ട്. ബാക്കി 9 A+, 8 A+കളിലല്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ രീതികൾ കംപ്ലീറ്റ് മാറി. നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ എല്ലാവരും ജയിപ്പിക്കുക, എല്ലാവർക്കും A+ വാങ്ങുക എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറി. സിസ്റ്റം തന്നെ മാറി. നമ്മുടെ PSC ഓറിയന്റഡ്, അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, റീസണിങ്, കുട്ടികളെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കാൻ വേണ്ടി 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, 10ാം ക്ലാസ് അല്ല +2 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേണിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ബാച്ചാണ് ഈ 10ാം ക്ലാസ് ബാച്ച്. അവരിൽ ഇത്രയും നല്ല റിസൾട്ട്, സ്കൂളുകളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് A+കളുടെ എണ്ണം കുറഞ്ഞു. എല്ലാവരും ജയിച്ചു എന്ന് പറയാം. A+കളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. അതിൽ ഈ 20 കുട്ടികളിൽ 15ഓളം കുട്ടികളിൽ 10ഓളം കുട്ടികൾ ഇത്രയും നല്ല റിസൾട്ട് വാങ്ങി എന്നത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നത് ബാബു സാറിന് തന്നെയാണ്. ഇത്രയും എളിമപ്പെട്ട മനുഷ്യൻ, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് A to Z കാര്യങ്ങൾ, ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഈ ഹാളിൽ ഏതൊക്കെ കാര്യങ്ങൾ ബാബു സാർ ചെയ്തു. കസാര എടുത്തിടുന്നു, എല്ലാവരും ക്ഷണിക്കുന്നു, അവിടെ അനൗൺസ് ചെയ്യുന്നു, എല്ലാം മാനേജ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു ഡൗൺ ടു എർത്ത്, വളരെ സിമ്പിളുള്ള മനുഷ്യനാണ്, പക്ഷെ വളരെ വിഷനുള്ള മനുഷ്യനാണ്. ഇതൊക്കെ ഞങ്ങൾക്കും കുറേ കാര്യങ്ങൾ ബാബു സാറിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുട്ടികളും ബാബു സാറിൻ്റെ ആ വിഷനിലൂടെ പോയാൽ, നമ്മളിതിൽ നിന്ന് പ്ലാനറ്റിൽ കയറി പ്രതീക്ഷയോടെ കയറി ഇറങ്ങി പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വലിയ കരിയർ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ബാബു സാറിന് ഒരു ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ജേക്കബ് മാത്യു സാർ. അടുത്തതായി ഇർഷാദ്. വേദിയിലിരിക്കുന്ന നൗഷാദ് സാർ, ബാബു സാർ, ജേക്കബ് സാർ, മറ്റ് അധ്യാപകർ, പ്രിയ വിദ്യാർത്ഥികൾ, സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഇവിടെ സൂചിപ്പിച്ച പോലെ നല്ല ഒരു റിസൾട്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പ്ലാനറ്റിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ജേക്കബ് സാറ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ അക്കാഡമിക് ഇയർ 2025-26 അക്കാഡമിക് ഇയറിൽ റിസൾട്ട് ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ കഴിഞ്ഞ വർഷം 70,000-അടുത്തായിരുന്നു ഫുൾ A+. ഈ വർഷം അത് 30,000 ആണ്, 30,000 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കുറഞ്ഞു. തൊട്ടടുത്ത സ്കൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പകുതിയായിട്ട് A+കളുടെ എണ്ണം കുറഞ്ഞു. അതൊരു നല്ല ട്രെൻഡായിട്ടാണ് ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് തോന്നുന്നത്. വാരി വലിച്ച് മാർക്കിട്ട് കൊടുക്കുന്നതിന് പകരം കഴിവുള്ള കുട്ടികളെ മാത്രം മാർക്ക് കൊടുത്ത് അവർക്ക് ഹയർ സ്റ്റഡീസിന് അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് നല്ല ട്രെൻഡായിട്ടാണ് കാണുന്നത്. ഒരുപാട് കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. വിജയ ശതമാനം 99% ആണ് ഈ വർഷം. പക്ഷേ ഇനി വരുന്ന 2026-27 അതും ഇതുപോലെ താഴോട്ട് വരും. കാരണം ഇപ്പോൾ CE മാർക്ക് കൊണ്ടാണ് കുട്ടികൾ പാസ്സായി പോകുന്നത്. 650-ലേക്കാണ് 10ാം ക്ലാസ് ശരിക്കും എക്സാം. 650 മാർക്കിലേക്കാണ്. അതിൽ 520 മാർക്കിലേക്കാണ് കുട്ടി എഴുതുന്നത്. 130 മാർക്ക് CE മാർക്കാണ്. അപ്പോൾ ഈ CE മാർക്ക് കൊണ്ടാണ് കുട്ടികൾ പാസ്സായി പോവുക. ഇപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, SS ഈ 3 വിഷയങ്ങളിൽ കുട്ടിക്ക് പാസ്സാവാൻ വേണ്ടത് 30 മാർക്കാണ് 100-ൽ. അതിൽ 20 മാർക്കും CE കിട്ടും. പിന്നെ 80 മാർക്കിൽ കുട്ടി 10 മാർക്ക് സ്കോർ ചെയ്താൽ പാസ്സാവും കഴിഞ്ഞ വർഷം വരെ. ഇനി ഈ അക്കാഡമിക് ഇയറിൽ എഴുതിയിട്ട് തന്നെ കുട്ടിക്ക് 30% മാർക്ക് വേണം. അതായത് അടുത്ത വർഷം റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തോൽക്കുന്ന കുട്ടികളുടെ എണ്ണവും ഇതുപോലെ A+കാരുടെ പോലെ താഴോട്ട് വരും. അപ്പം ഇനി എന്തായാലും നൗഷാദ് സാറിൻ്റെ ഈ ക്ലാസ്സിന് വേണ്ടത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രസന്റിലി 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കാണ്. കാരണം അടുത്ത വർഷം ഇനി വരാൻ പോകുന്നത് ഒരുപാട് തോൽവികളായിരിക്കും. കുട്ടികൾ തോറ്റ് പഠിക്കുകയും വേണം. ആ തോൽവികൾ നേരിടാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും ഇനി ക്ലാസ് വേണ്ടി വരിക എന്നുള്ളത് തോന്നുന്നുണ്ട്. അതായത് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് ഇപ്പം എങ്ങനെയാണോ അതേപോലെ ഒരു 80 to 90% അതെവിടെയായിരിക്കും റിസൾട്ട് കിടക്കുന്നുണ്ടാവുക. എന്തായാലും അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോകട്ടെ. ഞാൻ പറഞ്ഞത് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് റിസൾട്ട് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ പ്ലാനറ്റിൽ കഴിഞ്ഞ വർഷം വന്ന കുട്ടികളിൽ പകുതിയിൽ കൂടുതൽ കുട്ടികളും നല്ല റിസൾട്ട് സ്കോർ ചെയ്തു. അതിൽ ഈ
കഴിഞ്ഞ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ഇവർക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ച അധ്യാപകരിൽ ഒരാളാണ് ഞാൻ. അതിൻ്റെതായിരിക്കുന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അവസരം നൽകിയ ബാബു സാറിന് നന്ദി. ഇനി വരുന്ന കുട്ടികൾക്കും ഇതുപോലെ നല്ല റിസൾട്ട് ഉണ്ടാകാൻ കഴിയട്ടെ. ഈ സ്ഥാപനത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ കാരണം ഇവിടെ ജേക്കബ് സാർ സൂചിപ്പിച്ച പോലെ ഒരു വിഷണറിയാണ് നമ്മുടെ ബാബു സാർ. നല്ലൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഒരു പെർമനന്റ് വരുമാനം എത്തുന്നത് വരെ ഞാൻ ഏകദേശം ഒരുപാട് ട്യൂഷൻ സെന്ററുകളിൽ പോയിട്ടുണ്ട്, ഒരു വരുമാന മാർഗം എന്നുള്ള രൂപത്തിൽ. അതിനുശേഷം പിന്നെ പരിപാടികളൊക്കെ നിർത്തിയെങ്കിലും ബാബു സാറിന്റെ കൂടെ തൽക്കാലം വിടാൻ പ്ലാനില്ല. എന്താണോ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് അതുവരെ പ്ലാനറ്റിൽ വരാൻ തന്നെയാണ് പ്ലാന്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ സുഖം, എല്ലാ കാര്യങ്ങളും ബാബു സാറ് നോക്കിക്കോളും. ഇപ്പോൾ ജേക്കബ് സാറ് സൂചിപ്പിച്ച പോലെ ഇവിടെ ഉള്ള അറേഞ്ച്മെന്റ് പോലെ തന്നെയാണ് അവിടെയും. അതിന്റെ ഡിസിപ്ലിൻ ആണെങ്കിലും അവിടുത്തെ എക്സാം കാര്യങ്ങളാണെങ്കിലും എല്ലാം അത് സാറ് നോക്കിക്കോളും. രാത്രി എക്സാമിന്റെ ഒരു മാസം മുമ്പ്, അതായത് മാർച്ച് 3-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ ഒരു മാസം മുമ്പ് ഏകദേശം ജനുവരി പകുതിയോടുകൂടി തന്നെ സാർ ഈ കുട്ടികളൊക്കെ രാത്രിയിൽ അവിടെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു 6 മണി മുതൽ 7 മണി വരെ ക്ലാസ് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോകും. സാറും സാറിന്റെ ടീമും ഇവിടെ 7 മണി മുതൽ 10-10:30 വരെ ആ കുട്ടികളുടെ ഇരുത്തി പഠിപ്പിക്കും. ഇവിടെ പരീക്ഷയിൽ എങ്ങനെയാണോ നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കുന്നത് അതുപോലെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും. അതിന്റെ റിസൾട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തുടക്കം എന്നുള്ള രൂപത്തിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും ആ വന്ന കുട്ടികളിൽ പകുതിയിൽ കൂടുതൽ കുട്ടികളും നല്ല റിസൾട്ടോട് കൂടി തന്നെ ക്വാളിഫൈഡ് ആയി. റിസൾട്ട് എല്ലായിടത്തും താഴോട്ട് വന്നപ്പോൾ പ്ലാനറ്റിൽ മാത്രം വന്ന കുട്ടികളെ അപേക്ഷിച്ച് പെർസെന്റേജിന്റെ ലെവൽ നോക്കുമ്പോൾ നല്ല റിസൾട്ട് നിലനിർത്താൻ പ്ലാനറ്റിന് സാധിച്ചു. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ക്വാളിഫൈഡ് ആയിരിക്കുന്ന നല്ല റിസൾട്ട് വാങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്കും, ഇപ്പൊ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, നല്ല റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമാകാൻ അവസരം നൽകിയ ബാബു സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഇർഷാദ് സാർ. 2 വാക്ക് സംസാരിക്കുന്നതിന്റെ ലിബിൻ സാർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നൌഷാദ് മാസ്റ്റർ, പ്രിയമുള്ള അധ്യാപകരെ, ഇന്നത്തെ ഐക്കൺസ് ആയിട്ടുള്ള പ്രിയ വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, മറ്റു പ്രിയമുള്ളവരെ, എല്ലാവരും ഇവിടെ വളരെ സമഗ്രമായ രീതിയിൽ, പ്രത്യേകിച്ച് നൌഷാദ് മാസ്റ്റർ എല്ലാ മേഖലയെക്കുറിച്ചും സംസാരിച്ചു. അതിന് മുകളിലേക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ മാത്രമേ എനിക്കുള്ളൂ. അതിന് ആദ്യമായിട്ട് നമ്മുടെ ഈ ഐക്കൺസ് ഓഫ് ദി ഡേയെ ഒന്ന് ആദരിക്കേണ്ടതുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ A+കളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞപ്പോഴും ഇവര് പിടിച്ചു നിന്നു. അപ്പൊ എനിക്ക് ഈ ഒരു പുതിയ സിലബസ് റിവൈസ് ചെയ്തതിനു ശേഷം ഇവരും ഈ ഒരു A+ മേടിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് നെല്ലും പതിരും തിരിഞ്ഞു എന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചത് വളരെയധികം A+ വർദ്ധിച്ചു. വളരെ അർഹരായ കുട്ടികളുടെ കൂട്ടത്തിൽ കുറച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ കൂടി എണ്ണപ്പെട്ടപ്പോൾ അർഹതയുള്ള കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വളരെ ദൂരെയൊക്കെ കുട്ടികൾക്ക് പോയി പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷെ ഇപ്പോൾ നെല്ലും പതിരും തിരിഞ്ഞിരിക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടികൾ കയറി വന്നു, ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ ആ രീതിയിൽ വന്നു. ആവറേജ് കുട്ടികൾ, അതായത് നമ്മളെ തന്നെ നമ്മുടെ കപ്പാസിറ്റി എന്ന് വിലയിരുത്താനുള്ള, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പഠിക്കാനുള്ള, ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് പഠിക്കാനുള്ള ഒരു റിസൾട്ടാണ് ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവർ A+ നേടിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് SS, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളൊക്കെ വളരെ ടഫായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ആവറേജ് മാർക്ക് എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഇവർ മുഴുവൻ A+, ഫുൾ A+ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഠിനാധ്വാനമാണ്, മാതാപിതാക്കളുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരെയും ഒട്ടുവാക്കിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇവരുടെ ഒരു കഠിനാധ്വാനം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ സാറ് പറഞ്ഞ പോലെ സമഗ്ര മേഖലയെക്കുറിച്ച് സാർ സംസാരിച്ചു. മറ്റൊരു അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മൾ ബെസ്റ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. അതായത് 10 A+ കിട്ടുന്ന കുട്ടിയിൽ നിന്നും 10 A+ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അത് കിട്ടണം. അതല്ലാതെ ആവറേജ് കുട്ടി അണ്ണാനും ഉന്തി മരം കയറ്റുന്നത് പോലെ ഒരു ബിലോ അല്ലെങ്കിൽ ഒരു 8 A+ ഉള്ള കുട്ടിയെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തള്ളി നോക്കും, എത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അവരെ തള്ളി എത്തിക്കും. പക്ഷെ അതല്ലാതെ സാറ് പറഞ്ഞ പോലെ ഒരു ആവറേജ് കുട്ടിയെ കൊണ്ട് ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നിങ്ങളും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പുറത്തെടുക്കുക. 8+ ആണ് നിങ്ങൾ മേടിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ പുറത്തെടുക്കുക. 10 A+ലേക്ക് എത്താൻ പറ്റുന്ന കുട്ടികൾ തീർച്ചയായിട്ടും 10ലേക്ക് എത്തുക. ഉഴപ്പുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് വരാതെ നിങ്ങളുടെ കഴിവ് പരമാവധി എടുത്തതിന് ശേഷം എന്ത് റിസൾട്ടാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ നിങ്ങൾ സംതൃപ്തരാവുക. കാരണം നമ്മൾക്കിപ്പോൾ പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന ഒരുപാട് ആസ്പയറൻസ് നിങ്ങളുടെ പുറകിലിരിപ്പുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ
തീർച്ചയായിട്ടും പറയും അവരൊക്കെ ഒരുപാട് ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ടാവും, PSC എക്സാംസിന്റെ ലിസ്റ്റുകളിൽ. പക്ഷെ എത്ര പേർക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ആദ്യത്തെ 10 റാങ്ക് അല്ലെങ്കിൽ ഒരു 100 റാങ്കിലുള്ളവർക്കാണ് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളത്. 500ഉം 1000 പേരുള്ള റാങ്ക് ലിസ്റ്റുകളുണ്ട്. അപ്പോഴും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതേസമയം നമ്മൾ ബെസ്റ്റ് റാങ്കിലേക്ക് ആദ്യത്തെ ഒരു 10ലേക്ക് എണ്ണപ്പെടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥാപനത്തിൽ വിചാരിക്കുന്ന ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കും. നമ്മൾ ശ്രമിക്കേണ്ടത് അതിലേക്കാണ്, ദ ബെസ്റ്റ് ആവാൻ, എന്നിലെ ബെസ്റ്റ് കൊണ്ടുവരാൻ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ബെസ്റ്റിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ മാത്രമാണ്. നിങ്ങൾ വാഴയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, സിനിമ കണ്ടിട്ടുണ്ടാവും. പുറത്തേക്കുള്ള ട്രെൻഡുകളെല്ലാം അവസാനിച്ചപ്പോൾ പുറത്തുള്ള ആ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ പുറത്തേക്കുള്ള അതൊക്കെ പതുക്കെ നിന്നു, യാത്രകളൊക്കെ നിന്നു. ഇപ്പോൾ എല്ലാവരും നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ വർദ്ധിക്കും. ഓരോ വർഷം ബാച്ചുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും. അപ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ വർദ്ധിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് പുറത്തെടുത്ത് എല്ലാ പരീക്ഷകളിലും നമ്മുടെ ബെസ്റ്റ് പെർഫോം ചെയ്ത ആദ്യത്തെ റാങ്കുകളിൽ എത്താൻ അല്ലെങ്കിൽ ആദ്യത്തെ വിജയങ്ങളിൽ എത്താൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയുടെ അവതരിപ്പിച്ച പ്ലാനറ്റ് അക്കാഡമിയും അതുപോലെ ബാബു സാറിന് തീർച്ചയായിട്ടും ഞാൻ ഈ ട്യൂഷനിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു ബാബു സാറിനെ പരിചയപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കരിയറിലും ഒരു പൊൻതൂവലായിരിക്കും. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്. മൈത്രയുടെ രാജകുമാരന് ഒരു ദേശത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മൈത്രയുടെ രാജകുമാരനുമായിട്ട് എനിക്കൊരു ഈ ഒരു കോണ്ടാക്ട് ഉണ്ടാവാൻ പറ്റിയതും തീർച്ചയായിട്ടും നമ്മുടെ ഇർഷാദ് സാറ് പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വർക്ക് ചെയ്തു പോകും. കാരണം സാറ് ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ്. ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ ആസ്പിരൻസ് ആയിട്ടുള്ള നിങ്ങളെയൊക്കെ സാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഇന്നും കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതീക്ഷ അക്കാഡമി ഈ ദേശത്തിനൊരു പ്രതീക്ഷയാണ്, നമ്മുടെ ജില്ലയ്ക്കൊരു പ്രതീക്ഷയാണ്. അതുപോലെ നമ്മുടെ മൈത്രയുടെ രാജകുമാരനെ പരിചയപ്പെടാൻ പറ്റിയതിൽ എൻ്റെ കരിയറിലും വലിയൊരു പൊൻതൂവലായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന സാറിനും പ്രതീക്ഷ അക്കാഡമിക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികളും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിബിൻ സാർ. 10ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ ആദ്യം എല്ലാ ട്യൂഷൻ സെൻറ്റേഴ്സിനെ പോലെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് സാറ് ഇർഷാദ് സാറിൻ്റെ ക്ലാസ് ഇട്ടപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പക്ക മനസ്സിലായി. ഈ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കല്ലോ, അവിടുന്ന് മാത്രമല്ല ബേസ് മുതൽ പഠിപ്പിച്ചിട്ടാ തുടങ്ങുക. അതുകൊണ്ട് ഇംഗ്ലീഷിൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹിന്ദി ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങുക. ഹിന്ദി അന്നേ ഞാൻ കാണാപാഠം പഠിച്ചാൽ പോവുക. പക്ഷേങ്കിൽ 10ാം ക്ലാസ്സിന് ഹിന്ദിൻ്റെ മിസ് വന്നില്ല. വളരെ വലിയ നന്ദി പറയാനുണ്ട്. കാരണം ബേസ് മുതൽ തന്നെ പഠിപ്പിച്ച് സ്വന്തമായിട്ട് എഴുതിപ്പിക്കാൻ പഠിപ്പിച്ചു. എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് എഴുതാൻ കഴിയില്ലായിരുന്നു ഫസ്റ്റ് ഒന്നും. പിന്നെ ഞാൻ പരീക്ഷയ്ക്കൊക്കെ കാണാപാഠം പഠിക്കാതെ പിന്നെ ഏതൊരു ടോപ്പിക്ക് കിട്ടിയാലും സ്വന്തമായിട്ട് എഴുതാൻ കഴിഞ്ഞു. പരീക്ഷയ്ക്ക് മാത്രമല്ല, ഈ കലോത്സവത്തില് കവിതാ മത്സരം അതുപോലെ തന്നെ കഥാമത്സരം നിരൂപണ മത്സരം ഇതിലൊക്കെ സബ് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു കാരണത്താൽ വളരെ വലിയ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ നമ്മളെ ഹിസ്റ്ററി സാർ ജേക്കബ് സാറ് സാധാ SS-ന്റെ സാറുമാര് അങ്ങനെ എടുത്തു പോവും. സാറ് പറഞ്ഞാൽ നല്ലോണം മനസ്സിലാക്കി അതൊരു കഥ പോലെ ആയിട്ടാണ് പറഞ്ഞു തരിക. പിന്നെ നമ്മുടെ സയൻസ് ആരും വന്നിട്ടില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സിന്റെ അജ്രീന മിസ്സിനെ പറഞ്ഞാല് ആ ഒരു കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കി തരും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈ 9ാം ക്ലാസ്സിനൊക്കെ 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫാണ്. 10ാം ക്ലാസ് അതേപോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നല്ല ഈസി ആയിരുന്നു. എന്തുകൊണ്ടറിയില്ല, മിസ് പഠിപ്പിച്ചുകൊണ്ടായിരിക്കും. പിന്നെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിന്റെ കുറച്ച് ബേസ് വേണം. അതും കൂടി പഠിപ്പിച്ചിട്ടാണ് ഈ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ പരിഗണിച്ചിട്ടാണ് പഠിപ്പിക്കുക. ഈ കുറച്ച് പഠിപ്പ് കൂടുതലുള്ള ആൾക്കാര് ഓലെ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യില്ല. എല്ലാവരും ഒരുപോലെയാണ് നോക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ബേസ് കൂടുതൽ എടുക്കും. പിന്നെയാണ്
ചാപ്റ്റേഴ്സ് എടുക്കാൻ തുടങ്ങിയത്. അതൊരു നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ബയോളജിന്റെ 2 സാറന്മാർ വന്നിരുന്നു, പ്രദീപ് സാറും മറ്റേ സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. പ്രദീപ് സാറിന്റെ എന്ന് പറഞ്ഞാല് ഈ നമ്മള് ടെക്സ്റ്റ് ബുക്ക് ഇത് മാത്രമല്ല പഠിപ്പിക്കുക, അതിന്റെ പുറത്ത് ഇത് എങ്ങനെയാണ് വന്നത്, ഇതിന്റെ സയന്റിഫിക് ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ വന്നതൊക്കെ പറഞ്ഞുതരും. അത് നല്ലതായി തോന്നി. താങ്ക്സ്. താങ്ക് യു മിൻഹ ഫാത്തിമ. ജന്ന ജംഷി. ഇവള് പറഞ്ഞ പോലെ എനിക്ക് അത്ര പറയാനൊന്നും അറിയില്ലെങ്കിലും പ്ലാനറ്റ് അക്കാദമി നല്ലൊരു ട്യൂഷൻ സെൻ്ററാണ്. ഇപ്പോൾ കുറച്ച് കുട്ടികളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോറിറ്റി നൽകിയിട്ട് നമ്മളെ ഒപ്പീനിയന് ഇപ്പോൾ ഈ സാർ നല്ലതല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബെറ്റർ ആക്കാൻ നോക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് സാറ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. പിന്നെ SLC A+ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നല്ല അലമ്പേന്, സ്കൂളിലെ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കലൊന്നുമില്ലേന്. അപ്പോൾ ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ കെമിസ്ട്രി, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ, ഹിസ്റ്ററി അങ്ങനെ ഓരോ സബ്ജക്റ്റും നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടാണ് എടുത്തു തരിക. ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാതും ക്ലിയർ ആക്കിയിട്ട് ഫുള്ളൊരു കൺസെപ്റ്റ് നമ്മളെ മൈൻഡിൽ വെച്ചിട്ടാണ് ഫുൾ എടുത്തു തരുന്നത്. പിന്നെ അതുപോലെ എൻ്റെ പാരൻസിന് താങ്ക് യു. പിന്നെ അതുപോലെ ബാബു സാർ ഈ പ്ലാനറ്റ് അക്കാദമി ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ഈ ട്യൂഷന് ചേർത്തപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലേന്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്താണ്, അപ്പം എനിക്ക് വേറെ അങ്ങനെ പോകണമെന്നേന്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുക നല്ലൊരു ഒപ്പീനിയൻ, എൻ്റെ നല്ല ഡിസിഷൻ ആയിരുന്നു ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ താങ്ക് യു. താങ്ക് യു. നമുക്കിനി അനുമോദ ചടങ്ങിലേക്ക് കിടക്കാം. കൊടുക്കുക നമ്മുടെ മക്കളാണ് മിൻഹ ഫാത്തിമ. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മിൻഹ ഫാത്തിമ ഈസ്റ്റ് വടക്കമുറി. നല്ലൊരു കയ്യടി കൊടുത്ത് നല്ലൊരു കയ്യടി കൊടുക്കുക, നല്ലൊരു കയ്യടി. താങ്ക് യു മിൻഹ. താങ്ക് യു ഷാഹിന. അടുത്തതായി നമുക്ക് ജന്ന ജംഷി. ജന്ന ജംഷി മൈത്ര. വീട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. നല്ലൊരു കയ്യടിയോടെ സ്വീകരിക്കുക. ജന്ന ജംഷി മൈത്ര എല്ലാ വിഷയങ്ങൾക്കും ജന്ന ജംഷിക്കും കൂട്ടുകാർക്ക് നല്ലൊരു കയ്യടിയോടെ നമ്മൾ സ്വീകരണം കൊടുക്കുക. എല്ലാ വിഷയങ്ങൾക്കും നന്നായിട്ട് കൈയടിച്ചു കൊടുക്കുക, നന്നായിട്ട് കൈയടിച്ചു കൊടുക്കുക. ജന്ന ജംഷി മൈത്ര. താങ്ക് യു ജന്ന. താങ്ക് യു. അടുത്തതായി ഫഹ്മിദ ഫർഹത്ത്. മൈത്ര തന്നെയാണ് ഫഹ്മിദ ഫർഹത്ത്. വീട്ടുകാരെല്ലാവരും ക്ഷണിക്കുകയാണ്. ഫഹ്മിദയുടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറാണ് വന്നിട്ടുള്ളത്. ഫർഹത്ത് മൈത്ര തന്നെയാണ് വീട്. എല്ലാ വിഷയങ്ങൾക്കും A+ ആണ് ഫഹ്മിദക്ക്. ഫഹ്മിദയുടെ വലിയപ്പൻ കുട്ടികളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കയ്യടി കൊടുക്കുക ഫഹ്മിദക്ക്, നല്ലൊരു കയ്യടി കൊടുക്കുക. താങ്ക് യു ഫഹ്മിദ. താങ്ക് യു. അടുത്തതായി സൻഹ ഫാത്തിമ. സൻഹ ഫാത്തിമ വീട്ടുകാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സൻഹ ഫാത്തിമ. മൈത്ര തന്നെയാണ് വീട്. സൻഹ ഫാത്തിമ. കൈയടിക്കുക, എല്ലാവരും കൈയടിച്ചു കൊടുക്കി. സൻഹ ഫാത്തിമ വീട്ടുകാർക്കും നല്ലൊരു കയ്യടിയോടെ നമ്മൾ ആദരിക്കുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ ആണ് സൻഹക്ക്. സൻഹ ഫാത്തിമ. നല്ലൊരു കയ്യടി കൊടുത്ത് അവരെ ആദരിക്കുക നമ്മൾ. സൻഹ ഫാത്തിമ. താങ്ക് യു സൻഹ. താങ്ക് യു. അടുത്തതായി മുഹമ്മദ് ഫഹീം. മുഹമ്മദ് ഫഹീമിന്റെ വീട്ടുകാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മുഹമ്മദ് ഫഹീം.
നിർഭാഗ്യവശാൽ മൈത്ര തന്നെയാണ് ഫഹീമിന്റെ വീട്. മുഹമ്മദ് ഫഹീം. കൈയടിക്കി, എല്ലാവരും കൈയടിക്കി. മുഹമ്മദ് ഫഹീം മൈത്ര. 9 വിഷയങ്ങൾക്കാണ് ഫഹീമിനെ പ്ലസ് കിട്ടിയിട്ടുള്ളത്. ഫഹീമിന്റെ ഉമ്മയാണ്, അനിയനൊക്കെയാണുള്ളത്. നന്നായിട്ട് കൈയടിച്ചു കൊടുക്കട്ടെ എല്ലാവരും. മുഹമ്മദ് ഫഹീം മൈത്ര. താങ്ക് യു ഫഹീം, താങ്ക് യു. അടുത്തത് ഫാത്തിമ റിൻഷിദ. ഫാത്തിമ റിൻഷിദ വീട്ടുകാരെ ക്ഷണിക്കുകയാണ്. ഫാത്തിമ റിൻഷിദ. ഫാത്തിമ റിൻഷിദയുടെ വീട് മൈത്രയാണ്. ഫാത്തിമ റിൻഷിദ. കൂടെ ഉമ്മ വന്നിട്ടുണ്ട്, അനിയൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അല്ലേ എന്ത്? ഫാത്തിമ റിൻഷിദക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. താങ്ക് യു ഫാത്തിമ റിൻഷിദ, താങ്ക് യു. അടുത്തത് മരിയ സാജൻ. അവരുടെ വീട്ടുകാരെ ക്ഷണിക്കാണ് സ്റ്റേജിലേക്ക്. മരിയ സാജൻ. മരിയ സാജൻ കിണറടപ്പനാണ് വീട്. 9 വിഷയങ്ങൾക്കാണ് A+ കിട്ടിയിട്ടുള്ളത്. മരിയ സാജൻ. മരിയ സാജന്റെ അച്ഛനും അനിയനും വന്നിട്ടുണ്ട്. മരിയ സാജൻ കിണറടപ്പനാണ്. 9 A+ ആണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് കൈയടിച്ചു കൊടുക്കുക മരിയ സാജൻ. നല്ലൊരു കൈയടി കൊടുക്കുക. താങ്ക് യു മരിയ, താങ്ക് യു. അടുത്തത് ഇഷ വടക്കമുറി. ഇഷയുടെ ഉമ്മ വന്നിട്ടുണ്ട്. ഇഷയുടെ ഉമ്മ ബേബി അലീന ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പ്രതീക്ഷയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയായിരുന്നു ഇഷയുടെ ഉമ്മ. ഇഷ വടക്കമുറി. താങ്ക് യു ഇഷ, താങ്ക് യു. ഷിഹാന കിണടപ്പൻ. ഷിഹാനെ ക്ഷണിക്കുകയാണ്, വീട്ടുകാരെ ക്ഷണിക്കുകയാണ്. ഷിഹാനയുടെ ഉമ്മ വന്നിട്ടുണ്ട്. ഷിഹാനക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഷിഹാന വടക്കമുറി. ഷിഹാന കിണടപ്പനാണ്. ഷിഹാന കിണടപ്പൻ. നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും, നല്ലൊരു കയ്യടി കൊടുക്കി. താങ്ക് യു ഷിഹാന, താങ്ക് യു. ഇൻഷ മണ്ണിൽത്തൊടി. ഇൻഷ ആബ്സെന്റ് ആണ് സാറേ. നമ്മുടെ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ സമയം വൈകിയിട്ടുണ്ട്. എല്ലാവരും ചായ കുടിച്ചിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ച ശേഷം അടുത്ത സെഷനിലേക്ക്. ഇൻഷ പുത്തലാണ് വീട്. ആസിഫായി നമ്മുടെ കൂട്ടുകാരനാണ്. നല്ലൊരു കൈയടി കൊടുക്കി, നല്ലൊരു കൈയടി കൊടുക്കി. ഇൻഷ മണ്ണിൽത്തൊടി. താങ്ക് യു. സംസാരിക്കാൻ വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ്. ഇനി ആരാ? ഫഹ്മിദ, സൻഹ. അവർ സംസാരിച്ചോളൂ. നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. പറഞ്ഞതിൽ 15 മിനിറ്റ് കൂടിയിട്ടുണ്ട്. 11 മണിക്ക് അവസാനിപ്പിക്കണം എന്നാണ് കരുതിയത്. എന്തായാലും ഒരു ചടങ്ങാവുമ്പോൾ അതും ഗംഭീര പരിപാടിയായി പോയി. നമ്മളിത്ര പ്രതീക്ഷിതല്ല. പ്രതീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾ നിറഞ്ഞ സദസ്സ് നമുക്ക് കാണുമ്പോൾ എവിടെയും ഇവരാണ് നമ്മളുടെ ശക്തി. ഈ പ്രതീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് നമ്മളുടെ ശക്തി. ഇത്ര ഗംഭീരമായ ഒരു സദസ്സ് തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. അതിൽ സംശയമൊന്നുമില്ല. അത്
പറഞ്ഞാൽ അറിയിക്കാത്ത നന്ദി നിങ്ങൾ അറിയിക്കുകയാണ്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് എല്ലാവരും ചായ കുടിച്ചിട്ട് പോകാൻ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചായ ഇടയ്ക്ക് തരാഞ്ഞത്. ചായ എല്ലാം റെഡിയാണ്. പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്ത നൗഷാദ് സാർ, ആശംസകൾ അർപ്പിച്ച ഇർഷാദ് സാർ, അതുപോലെ ജേക്കബ് സാർ, ലിബിൻ സാർ, നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും, അതുപോലെ അവരുടെ വീട്ടുകാർ, പ്രതീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ നല്ലൊരു കയ്യടിയോടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു ആൾ.